ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള റബ്ബർ ഉൽപ്പന്നങ്ങളിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ വന്നിട്ടുള്ളത് ക്വാണ്ടം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിലാണ്. അപ്പോൾ ഞാൻ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടത്തിൻ്റെ 2007 40 മൈക്രോൺ തിക്നെസ് ഉള്ള ക്വാണ്ടം പ്രൊഡക്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരുന്നു. അന്ന് അതൊരു വലിയ കട്ടിംഗ് എഡ്ജ് ഇന്നോവേഷൻ ആയിരുന്നു. ഇന്ന് അത് 20 മൈക്രോൺസിൽ എത്തി നിൽക്കുന്നു. അതായത് ഒരു ക്വാണ്ടത്തിൻ്റെ തിക്നെസ് 20 മൈക്രോൺസ് എന്ന് പറഞ്ഞാൽ അത് എത്ര തിന്നാണെന്ന് ആലോചിച്ച് നോക്കുക. അത് ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റും ഒക്കെ വെച്ചിട്ട് പോസിബിൾ ആകുന്നതാണ്. ബട്ട് അത്രയും തിന്നായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് മാത്രമല്ല, ഇത്ര അധികം ലോഡ് ബെയറിംഗ് ആണ്, ഇത്ര അധികം ക്രൂഷ്യൽ ആണ്. അതിലൊരു ടയർ വന്നു കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാവും. എന്നിട്ടും ടയർ വരില്ലെന്ന് ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് അത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് മാനുഫാക്ചറേഴ്സിന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ആ ഒരു ഇന്നോവേഷൻ, ആ ഒരു ടെക്നിക്കൽ ഇൻപുട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ക്വാണ്ടം പോലൊരു റബ്ബർ പ്രൊഡക്റ്റിന് ഇലാസ്റ്റിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വളരെയധികം സ്ട്രെച്ച് ചെയ്യണം, എന്നാൽ സ്ട്രെങ്ത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളത്. ഈ ലാറ്റക്സ് എന്ന് പറയുന്ന വസ്തുവിന്റെ സകല സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ ഒട്ടും ചോർന്നു പോകാതെ എന്നാൽ മനുഷ്യരാശിക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇന്നോവേഷന്റെയും ടെക്നിക്കൽ അഡ്വാൻസ്മെന്റിന്റെയും പിന്നക്കൽ തന്നെയാണെന്നാണ് ഞാൻ കാണുന്നത്.